ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ലിവിംഗ് റൂം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ആ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ലിവിംഗ് റൂമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിന്റെ വീഡിയോ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. അതുപോലെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ കമൻറ്റും കൂടെ ഇട്ടണമെങ്കിൽ അത് എനിക്ക് വലിയൊരു എൻകറേജ്മെൻറ്റും കൂടെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു ലിവിംഗ് റൂം ക്ലീൻ ചെയ്യാമെന്ന്. കാരണം എല്ലാ റൂമും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. കാര്യം 2 റൂമും ഒരു കിച്ചണും ഒരു ലിവിംഗ് റൂമേ ഞങ്ങൾക്കുള്ളൂ. ഞാൻ മുൻപൊക്കെ ഹോം ടൂറൊക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നതാണ്. ചെറിയ 2 റൂമുകളും പിന്നെ ഒരു ലിവിംഗ് റൂം പിന്നെ ഒരു കിച്ചൺ, ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഓരോരോ ഐറ്റം മാറ്റി നമ്മൾ നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ടൈം എടുക്കും. കിച്ചണിലാവുമ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് മാറ്റി നമ്മൾ ക്ലീൻ ചെയ്യണം. കൗണ്ടർ ടോപ്പിലിരിക്കുന്നത്, അതുപോലെ കോർണർ ഷെൽഫിലിരിക്കുന്നത്, കബേർഡിനുള്ളിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെയൊക്കെ പുറം വശമൊക്കെ, അതുപോലെ വിൻഡോ ഒക്കെ തുറന്ന് എല്ലാവിടെയും ക്ലീൻ ചെയ്യണം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് അത്രയും ടൈം എടുക്കില്ല കേട്ടോ ലിവിംഗ് റൂം ചെയ്യാനായിട്ട്. ലിവിംഗ് റൂം ആകുമ്പോൾ നമുക്ക് ചെയേഴ്സ് അല്ലെങ്കിൽ സോഫ, ടേബിള് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് മാറ്റി ഒക്കെ ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മുകളിൽ മാറാമ്പലൊക്കെ തട്ടിക്കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്ത് ഈ വീഡിയോയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന്. മാറാമ്പലൊക്കെ കളഞ്ഞപ്പോൾ തന്നെ താഴെ വീണ പൊടിയൊക്കെ ഒന്ന് ആദ്യം അടിച്ചു മാറ്റാന്ന് വെച്ച് ഞാൻ അതാണ് ഏറ്റവും ആദ്യം തന്നെ അടിച്ചു മാറ്റുന്നത്. അപ്പോൾ അതൊക്കെ അടിച്ചു മാറ്റിയതിന് ശേഷം പിന്നെ വിൻഡോസ് എല്ലാം തുറന്നൊക്കെ വെച്ചിട്ട് പിന്നെ വിൻഡോ എല്ലാം നല്ലപോലെ അടിച്ച് പിന്നെ സോഫകളെല്ലാം ഒന്ന് വലിച്ച് ദൂരേക്ക് നീക്കിയിട്ടിട്ട് വീണ്ടും ആ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ അങ്ങനെ സോഫയൊക്കെ വലിച്ചു മാറ്റിയിട്ടൊക്കെ ഒന്ന് അടിച്ചിട്ടും ക്ലീൻ ആക്കിയിട്ടൊക്കെ. സാധാരണ ജസ്റ്റ് സോഫയുടെ അടിയിൽ കൂടെയൊക്കെ അങ്ങനെ ഒന്ന് അടിച്ചു പോകാറുള്ളൂ. ഡെയിലി നമുക്ക് അത്രയൊന്നും ചെയ്യാൻ അതിൽ കൂടുതൽ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടാറില്ല. അത് തന്നെ ചെയ്യുന്നത് സമയമൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. കാരണം നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇപ്പോൾ ടൈമിങ്ങിലൊക്കെ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വിൻ്ററിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് വീട്ടിലേക്ക് പോരേണ്ട സമയം എന്ന് പറയുന്നത് 3:05 കഴിയുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും എന്തായാലും 3:15 കഴിയും. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലീനിങ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. രാവിലത്തെ ടൈമിൽ വ്യത്യാസമുണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ ഞങ്ങൾക്ക് സമയം 8:30ക്കാണ്. അപ്പോൾ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലും ഞങ്ങൾക്ക് 8:15 ആകുമ്പോഴേക്കും സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പക്ഷേ രാവിലെ നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ജോലികൾക്കൊന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം ലേറ്റ് ആവും. കാരണം കുക്കിംഗ് കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതെല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് കാര്യങ്ങൾ, ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനെന്തായാലും മുകളിൽ നിന്ന് പൊടിയൊക്കെ തട്ടിയിട്ടപ്പോൾ അതെല്ലാം അത് ആദ്യം തന്നെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ മുറ്റവും ഒക്കെ ഒന്ന് അടിച്ചിടാം. പിന്നെ ഡോറിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ആകുമ്പോൾ എല്ലാവിടെയൊക്കെ ഒന്ന് നല്ലപോലെ തട്ടാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചൂലൊക്കെ വെച്ച് നല്ലപോലെ തട്ടി പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് തിണ്ണയൊക്കെ ആയാലും അടിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഞാൻ. അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ പുറത്ത് ക്ലീനിങ് ഒക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വിൻഡോസ് എല്ലാം തുറന്നു. വിൻഡോസൊക്കെ തുറന്ന് വിൻഡോസ് എല്ലാം ഒന്ന് ആദ്യം തന്നെ പൊടിയൊക്കെ തട്ടി അടിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ സ്പോഞ്ചും അതുപോലെ തന്നെ തുണിയൊക്കെ നനച്ച് വിൻഡോസൊക്കെ നല്ലപോലെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. തുടച്ചാൽ മാത്രമേ ആ ഗ്ലാസ് കാര്യങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വൃത്തിയാവുള്ളൂ. ആ ഒരു ഷൈൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ നനച്ച് തന്നെ തുടയ്ക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ക്ലീനിങ്ങിനും കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ സ്പോഞ്ചൊക്കെ വെച്ച് തുടയ്ക്കുമ്പോൾ നന്നായിട്ട് അഴുക്ക് കാര്യങ്ങളെല്ലാം നല്ലപോലെ തന്നെ വിട്ട് കിട്ടും നമുക്ക്.
അപ്പോൾ ഇവിടെ ഞാൻ എന്താ വിൻഡോ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, ഗ്യാസ് സ്റ്റോ കാര്യങ്ങളെല്ലാം തുടയ്ക്കാനായിട്ട്. അപ്പോൾ അതേ സൊല്യൂഷൻ തന്നെ ഇത്തിരി കോളം എടുത്ത് ബൗളിൽ ഒഴിച്ച് സ്പോഞ്ച് വെച്ചാണ് കേട്ടോ ഞാൻ ഗ്ലാസ് എല്ലാം ഇവിടെ തുടയ്ക്കുന്നത്. അപ്പോൾ അതായാലും നല്ല ഷൈൻ കിട്ടുന്നതാണ്. അല്ലാതെ നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു ക്ലീനർ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ അത് എടുത്തില്ല. ഞാൻ വേഗത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ അതാകുമ്പോൾ വേഗത്തിൽ കിട്ടുന്നതാണല്ലോ എന്ന് വെച്ച് പെട്ടെന്ന് അത് കഴിഞ്ഞ് എടുത്താണ് കേട്ടോ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. ഗ്ലാസ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ അവിടെ ടേബിളൊക്കെ നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. ടേബിളെല്ലാം നല്ലപോലെ വൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ വാഷ് ബേസിൻ, ലിവിങ് റൂമിലുള്ള വാഷ് ബേസിനൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ആയാലും വാഷ് ചെയ്തിട്ട് ഇപ്പോൾ 1-2 ദിവസമായി. അപ്പോൾ അതും നല്ലപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത്തിരി ഹാർപ്പിക്കൊക്കെ ഒഴിച്ച് ഒരു വാഷ് ബേസിനും നല്ലപോലെ തന്നെ കഴുകണം കേട്ടോ. വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ചുമരുമുള്ള ടൈൽസ് കാര്യങ്ങൾ അതും കൂടെ ഈ സമയത്ത് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ അവിടെ ഒരുമിച്ച് ആ ജോലി കൊണ്ട് തീരുമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ തീർക്കണം. അപ്പോൾ ടൈൽ കാര്യങ്ങളെല്ലാം ഒരു നല്ല ഷൈനൊക്കെ വന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നേക്കാളൊക്കെ എത്രയോ ഭംഗിയാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിടുന്നത്. അപ്പോൾ നമ്മുടെ വീട് എത്ര വലുതായാലും ചെറുതായാലും അതിനകത്തല്ല കാര്യം, നമ്മൾ ഉള്ള സ്ഥലം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുക. അപ്പോൾ ആർക്കായാലും നമ്മുടെ വീട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി, ഒരു സ്നേഹം, ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലീനിങ് ജോലികളെല്ലാം ടൈമിന് നമ്മൾ തീർക്കണമെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നമുക്ക് സുന്ദരമാക്കി ഇടാൻ പറ്റും. അത് ചെറിയ റൂമായാലും ചെറിയ കിച്ചണായാലും ചെറിയ വീടായാലും എല്ലാം നമ്മൾ നീറ്റാക്കി ഇടുക എന്നുള്ളതാണ് മെയിൻ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ജോലി തിരക്കൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം പെൻഡിങ് വരും. അപ്പോൾ അങ്ങനെ പെൻഡിങ് ഒക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെ എങ്ങാനും നമ്മൾ മാറ്റി വെച്ച്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ടൈം ഉള്ള ദിവസം നോക്കി മാറ്റി വെച്ച് നമ്മൾ ഡീപ്പ് ക്ലീൻ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്കതൊരു ബർഡനായിട്ട് തോന്നില്ല. നമ്മൾ കുറേ ദിവസമൊക്കെ എത്തി ചെയ്യുമ്പോൾ അത് നല്ലപോലെ ടൈം ടേക്കിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് എൻ്റെ ഒരു കുറച്ച് ടൈം ടേക്കിംഗ് ജോലിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വാഷ് ബേസിനൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കൈ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇട്ടിരുന്ന ആ ഒരു ടവലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ വേറൊരു ടവലൊക്കെ കൊണ്ടുവന്നിടണ്. അവിടെ കിടന്നത് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓൾറെഡി ഞാനിവിടെ നല്ലപോലെ തന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തുടയ്ക്കുക എന്നുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഞാൻ സോഫ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി എല്ലാം നല്ലപോലെ തന്നെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. സോഫയുടെ കാലിൻ്റെ ആ ഒരു പാർട്ടൊക്കെ നമ്മൾ ശരിക്കും മാറ്റി തുടച്ചാൽ തന്നെയാണ് റൂമൊക്കെ നല്ലപോലെ തന്നെ വൃത്തിയായി നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. റൂം തുടക്കലെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സോഫ കവറൊക്കെ ഒന്ന് മാറ്റാന്ന് വെച്ചു. സോഫ കവറും കുഷൻ കവറും എല്ലാം ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിട്ടിട്ട് വേറെ പുതിയത് കൊണ്ടൊന്ന് ഇടാന്ന് വെച്ചു. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുൻപ് ഞാൻ പുതിയ സോഫ കവർ വാങ്ങിയിരുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വാങ്ങിച്ച ആ ഒരു പുതിയ സെറ്റ് ഇന്നെടുത്തിടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് സോഫയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി അതിന് ശേഷം ഇടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ റൂമിലുള്ള ടേബിള്, അതുപോലെ റൂമിൽ ഞാൻ ടേബിളും ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടിരിക്കുന്നതും പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഞാൻ ഒരു 2 ദിവസം മുൻപ് ചെയ്തായിരുന്നു കേട്ടോ. കാരണം അതുമൊക്കെ എനിക്ക് തോന്നി ഇങ്ങനെ പൊടി ഇങ്ങനെ കൂടുതലാവണല്ലോ എന്ന്. അപ്പോൾ ഞാൻ അതെല്ലാം ഒരു 2 ദിവസം മുൻപേ തന്നെ എടുത്ത് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് ആ ജോലി ചെയ്യേണ്ട അതെനിക്ക് എളുപ്പമായി കിട്ടി. ആ ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം വീടിൻ്റെ ഞാൻ ഇങ്ങനെ റൂമിൽ കോർണറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ദിവസം രാത്രി ഷാമ്പൂ വെള്ളത്തിലിങ്ങനെ കുറച്ച് സമയം ഇട്ട് വെച്ച് നെക്സ്റ്റ് ഡേ ആണ് ഞാനതെടുത്ത് വാഷ് ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ടേബിൾ ക്ലോത്ത് കാര്യങ്ങളെല്ലാം മാറ്റി അതെല്ലാം വാഷ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ അവിടെ ട്രോഫി കാര്യങ്ങളെല്ലാം ഒരു ഡ്രോവറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി തുടച്ച് ക്ലീനാക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടുത്തെ ആ ഒരു ഏരിയയിലെ ജോലികൾ ഇന്നധികം ചെയ്യേണ്ടി വന്നില്ല.
അപ്പം അങ്ങനെ സോഫ കവറും കുഷ്യൻ കവറൊക്കെ മാറ്റി സോഫയൊക്കെ നല്ലപോലെ ഒരു ക്ലോത്ത് വെച്ച് നല്ലപോലെ തന്നെ വൈപ്പ് ചെയ്തു കേട്ടോ. അപ്പം അതിനുശേഷം എന്താ നമ്മൾ പുതിയ സെറ്റ് എടുത്തിടാൻ പോവാണ്. സോഫ കവറായാലും കുഷ്യൻ കവറായാലും രണ്ടും. അപ്പം ഇതാണ് ഞാൻ അന്ന് വാങ്ങിച്ച സെറ്റിൽ ഒരെണ്ണം കേട്ടോ. അപ്പം ഇത് ഇനി ഇടാന്ന് വിചാരിച്ചു. പിന്നെ ടേബിളിൽ ഉണ്ടായിരുന്ന മണി പ്ലാന്റിൻ്റെ പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ലക്നൌവിൽ പോയപ്പോൾ ഷോപ്പിംഗ് ചെയ്ത സമയത്ത് ഞാൻ വാങ്ങിച്ച ഒരു പോട്ടാണ് കേട്ടോ. ഇത് ഗോൾഡൻ കളറിലെ ഈ ഒരു പോട്ട്. പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ തൊട്ട് റൂമിൽ തന്നെ നമുക്ക് തൊട്ട് സൈഡിൽ തന്നെ കാണാം മണി പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റർ സ്റ്റാൻഡ്. അപ്പോൾ അതായാലും ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അഞ്ജു എത്തിയിട്ടുണ്ട്. അഞ്ജുവിന് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വരാനൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷെ ഞാനിപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യും. രണ്ട് സ്ഥലത്തും കൂടെ അങ്ങനെ പിടിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അഞ്ജു സമ്മതിച്ച് അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പുതിയ സോഫ കവർ ഇടണം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. ആദ്യമായിട്ട് നമ്മളങ്ങനെ ഒരു പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ഐറ്റം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ, ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം അങ്ങനെ പഴയ കവറൊക്കെ മാറ്റി നമ്മൾ പുതിയതൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. അതുപോലെ തന്നെ റൂമായാലും നല്ല ക്ലീൻ ആയിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും പുതിയൊരു സെറ്റ് നമ്മൾ എടുത്ത് വിരിച്ചിടുന്നതിൻ്റെ സന്തോഷവും അങ്ങനെ അഞ്ജുവും എന്നെ സഹായിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കവർ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിടാണ് കേട്ടോ. Shining lights and purple sky, everything's so bright. 기다려왔어 지금이야. Turn off your phone and off your mind. Look at you so bright. 멈출 수 없어 지금이야. Oh, I'll take you to the moon. Come on up, enjoy your ride. Oh, I'll take you to the moon. അങ്ങനെ റൂം ഒരുവിധം നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമ്മൾ സോഫയുടെ രണ്ട് സൈഡിലായിട്ടും വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ക്ലീനിങ് 2 ദിവസം മുൻപേ തന്നെ കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടേബിളൊക്കെ വലിച്ച് സോഫയുടെ അടുത്തേക്ക് വലിച്ചിടുന്നുണ്ട്. ടീപ്പോയി ഇവിടെ ഇടാത്തതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജു സ്റ്റഡി ചെയ്യാൻ കൂടുതൽ ഇരിക്കുന്നത് ഈ റൂമിൽ തന്നെയാണ്. അപ്പോൾ അഞ്ജുവിന് എഴുതാനൊക്കെ ഉള്ളത് ടീപ്പോയി ഇട്ട് കഴിയുമ്പോൾ ടീപ്പോയിലേക്ക് വെച്ച് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ടേബിളാണെങ്കിൽ ടേബിൾ മിൽക്ക് കൈയൊക്കെ വെച്ചിരുന്ന് എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ടീപ്പോയി ഈ റൂമിൽ നിന്ന് മാറ്റി അതിന് പകരം ടേബിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാൻഡ്, പ്ലാന്റർ സ്റ്റാൻഡ് ഓൺലൈനിൽ വാങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതുമേ ഒരു 7 സെറ്റ് പ്ലാന്റ് നമുക്ക് വയ്ക്കാം. പിന്നെ ഞാനപ്പോൾ ഇന്ന് ഇപ്പോൾ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വിൻഡോയുമേ ഞാൻ കുറച്ച് മണി പ്ലാന്റ് കാര്യങ്ങളെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുപോകാണ്. അഞ്ജു എന്നെ സഹായിച്ചിരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കിച്ചണിൽ കൊണ്ടുപോയിട്ട് അതിനകത്ത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, ബോട്ടിലുകളിലുള്ളതും പിന്നെ സ്റ്റാൻഡിന്മേലേക്ക് വെക്കാനുള്ള ബോട്ടുകളും ഒക്കെ എല്ലാം ഒന്ന് വാഷ് ചെയ്തൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഇലകളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അങ്ങനെ ചെയ്യുന്നത് പ്ലാന്റിനും ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ അവരുടെ ലൈഫിനും ഒരു നല്ലതാണ്.
നമ്മൾ ആ ലീവ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് നനച്ച് കൊടുത്തിട്ട് അതിനകത്ത് വെള്ളവും ചേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ എല്ലാ വീടിനകത്ത് വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം തന്നെ ഞാൻ എല്ലാം ഒന്ന് വാട്ടർ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഫ്രഷായി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, എല്ലാം ലീവ്സ് എല്ലാം നമ്മൾ വാഷ് ചെയ്ത് അതിന് പുതിയ വാട്ടറൊക്കെ ഒഴിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്കാണ്. അപ്പം അങ്ങനെ ലിവിങ് റൂം നമ്മുടെ ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വാഷ് ചെയ്തെടുത്ത പ്ലാന്റ്സ് എല്ലാം നമ്മുടെ സ്റ്റാൻഡിന്മേലേക്ക് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു സ്റ്റാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള പോട്ടുകൾ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റില്ല, പക്ഷെ നോർമൽ ആയിട്ടുള്ള എല്ലാ പോട്ടുകളും തന്നെ ഇതിനകത്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിന് 7 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറിയൊരു റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് വളരെ നല്ലതാട്ടോ. To the moon. നമ്മുടെ റൂമിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ ഒന്ന് കൂട്ടാനും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഭംഗിയൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്റ്റാൻഡാണ് നമ്മുടെ ഈ പ്ലാന്റ് സ്റ്റാൻഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത്. അങ്ങനെ ഒത്തിരി റേറ്റും ഇല്ല. അപ്പോൾ 1000-നുള്ളിലാട്ടോ, 700 സംതിങ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും ലിങ്ക് സാധിക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ വിൻഡോയുമേ ആയാലും ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, കൂടുതലും മണി പ്ലാന്റ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് മണി പ്ലാന്റ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ഞാൻ കുറച്ച് വിൻഡോയുമേയും സെറ്റ് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ടേബിളിൻ്റെ അടുത്തും ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ബോട്ടിലുകളിലൊക്കെ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലിവിങ് റൂം ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുവിധമൊക്കെ സെറ്റായി. അപ്പോൾ എല്ലാ ജോലികളൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാട്ടോ, നമ്മൾ വാങ്ങിയാൽ ബൾബുകൾ ലൈറ്റുകളൊക്കെ. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി അങ്ങനത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് വിശേഷങ്ങൾ, ലിവിങ് റൂമിൻ്റെ ഡീപ്പ് ക്ലീൻ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. എല്ലാത്തിനും നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസുകളും ഒക്കെയാണ് എനിക്കൊരു എൻകറേജ്മെൻറ്റ്. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.